കൈവശം ഭൂമി വെച്ചിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായി കരമൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കരം സ്വീകരിക്കണം എന്നതാണ് ഒരു നിർദ്ദേശം. നിയമപരമായി കരമൊടുക്കാൻ കഴിയുമെങ്കിൽ കുത്തകപ്പാട്ട വ്യവസ്ഥ ആര് കൊടുത്തതാ? കണ്ണൻദേവൻ. അതിന് നിയമപരമായി ഗവൺമെൻറ്റിന് കരം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കുക എന്ന തീരുമാനം. അത് നിയമപരമായി കരം സ്വീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തീരുമാനം ഒരു യോഗവും വേണ്ട. 2, പുതുതായി പട്ടയം സ്വീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ജൂൺ മാസം 15-ാം തീയതി PTP നഗറിലെ ILDM യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ കളക്ടർമാരുടെ യോഗത്തിൽ വെച്ച് റവന്യൂ മന്ത്രിയും ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് പുതുതായി പട്ടയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കണം എന്നുള്ളത്. അത് പുതിയൊരു തീരുമാനം എങ്ങനെയാവുന്നത്? വരുന്നില്ല. മൂന്നാമത്, ഈ 22 സെൻറ്റ് സ്ഥലത്തിൽ അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നല്ല കാര്യം. ഹൈക്കോടതി തീരുമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ എന്തിനാ യോഗം കൂടുന്നത്? ഈ 3 തീരുമാനങ്ങളും യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു പ്രസക്തമല്ലാത്തതാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു യോഗം പാടില്ലെന്നല്ല, അങ്ങനെ ഒരു യോഗം ആവശ്യമില്ല എന്ന നിലപാടെടുത്തത്. മറ്റൊരു കാര്യം അല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ. മറ്റൊന്ന്, ഈ 27-ാം തീയതി മാർച്ച് 27-ാം തീയതി കൂടിയ യോഗത്തിൻ്റെ തീരുമാനത്തിൽ റവന്യൂ അധികൃതർ അലംഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പരാമർശിച്ചതിനകത്ത് ഒരു വിഷയം. നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതിൽ ഞാൻ അതിൻ്റെ മിനിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ 9 തീരുമാനങ്ങളാണ് 27-ാം തീയതി മാർച്ച് 27-ാം തീയതി എടുത്ത യോഗത്തിൻ്റെ തീരുമാനം. അതിൽ 1, 2, 3 ഒന്നാമത്തത് ഇടുക്കിയിലെയും ദേവികുളത്തിലെയും വട്ടവട, കാന്തല്ലൂർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ യൂക്കാലിപ്റ്റസ് മരവുമായി ബന്ധപ്പെട്ട്. 2, നീലക്കുറിഞ്ഞി സാങ്ച്വറി. 27 യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പായില്ല. അല്ലല്ല, ആ 9 തീരുമാനങ്ങളിൽ 7 തീരുമാനം നടപ്പിലാക്കേണ്ടുന്നത് ആക്ഷൻ ടേക്കൺ റവന്യൂ A ഡിപ്പാർട്ട്മെൻറ്റ്, ആക്ഷൻ ടേക്കൺ റവന്യൂ R ഡിപ്പാർട്ട്മെൻറ്റ്, ആക്ഷൻ ടേക്കൺ റവന്യൂ R ഡിപ്പാർട്ട്മെൻറ്റ് A ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് 9 തീരുമാനത്തിൽ 7 എണ്ണം എടുക്കേണ്ടുന്നത് ഈ സെക്രട്ടേറിയറ്റാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവരുടെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ GAD ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരെടുക്കേണ്ടുന്ന തീരുമാനത്തിന് എന്തിനാ മൂന്നാറിലെ ആളുകളെ ഇവിടെ വിളിച്ചുകൂട്ടി യോഗം നടത്തുന്നത്? ശ്രീ പ്രകാശ് ബാബു, KK ശിവരാമൻ അടക്കമുള്ള താങ്കളുടെ നേതാക്കളെടുത്ത നിലപാടിനെയാണ് താങ്കൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ പോയി കണ്ടത് ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ എടുത്താൽ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങൾ 27 യോഗത്തിലെ തീരുമാനങ്ങൾ ഉത്തരവായി പുറത്തിറക്കുന്നതിന് കാലതാമസം വരുന്നുണ്ട്. പട്ടയമേള നടത്തി 1 മാസമായിട്ട് അനുബന്ധ ഉത്തരവുകൾ ഇറങ്ങിയിട്ടില്ല. അത് മുഖ്യമന്ത്രി ഇടപെടണം. റവന്യൂ ഉദ്യോഗസ്ഥർ അത് കറക്റ്റ് കാര്യം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, താഴോട്ടുള്ള അഡീഷണൽ സെക്രട്ടറിമാർ, അവിടുത്തെ സ്റ്റാഫ്, അതിനെ നിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതും GAD ആണ്, റവന്യൂ മന്ത്രി മാത്രമായിട്ടല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണം. ഈ എടുത്ത തീരുമാനം 27 ചെയ്യുന്നത് അതിൽ ഇടപെട്ടില്ല എന്നാണ് പറഞ്ഞത്. 27-3 മാർച്ച് 27-ാം തീയതി എടുത്ത 9 തീരുമാനങ്ങളിൽ 7 എണ്ണത്തിൻ്റെയും കാലതാമസം ഈ സെക്രട്ടേറിയറ്റിലാണ്. അത് തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗത്തിന് കഴിയുമോ? അതിന് റവന്യൂ വകുപ്പിൽ അല്ല, ഞാൻ പറഞ്ഞത് അതിന് സെക്രട്ടേറിയറ്റിലെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അപ്പോൾ തന്നെ തീരുമാനം എടുപ്പിച്ചാൽ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് മൂന്നാറുകാരെന്ത് വേണം? അതിന് ഇടുക്കിക്കാരെന്ത് വേണം? അവരെ വിളിക്കേണ്ടത് എന്താവശ്യമുള്ളത്? ഇവിടെ എടുത്ത 27-3 എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആ പിന്നെ എന്താ അതിനുള്ള ഒരു കാര്യം കൂടെ 21-4 രണ്ടാമത്തെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടി. ആ യോഗത്തിലെ തീരുമാനം എന്താ? 6ാമത്തെ തീരുമാനം കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി 10 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ മേപ്പടി വ്യക്തിക്ക് മറ്റ് ഭൂമി ഉള്ളതായി കണ്ടെത്തുകയാണെങ്കിൽ പ്രസ്തുത ഭൂമി സർക്കാർ ഏറ്റെടുക്കേണ്ടുന്നതും ഭൂരഹിതർക്ക് നൽകുന്ന കാര്യം പരിശോധിക്കേണ്ടതുമാണ്. ഈ ജോർജിന്റെ ഭൂമി ജോർജിന്റെ ഭൂമി 22 സെന്റ് ഏറ്റെടുത്തതിന് അയാൾക്ക് വേറെ ഭൂമിയില്ലേ? ലൗഡയിൽ എന്ന് പറയുന്ന അത് വേറെ വിഷയം. ഇത് റവന്യൂ അധികൃതർ ഏറ്റെടുത്തതിന് എന്തിന് ഇവർ നിവേദനം കൊണ്ട് മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും കാണാൻ പറ്റും? അല്ല, അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് റവന്യൂ വകുപ്പ് 6ഓ 7ഓ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. GAD ആണ് ഇനി അതിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതാകട്ടെ മുഖ്യമന്ത്രിയുടെ പരിധിയിലുമാണ്. ശരിയാണ്. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനം മൂന്നാറിലെ ഉദ്യോഗസ്ഥരല്ല, ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാണ് നടപ്പാക്കുന്നത്. എന്തിനു മൂന്നാറിൽ നിന്ന് സബ് കളക്ടറെ അടക്കം വിളിച്ചു വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിൽ ഒരു വിഷയം മാത്രം, ഇടുക്കി ജില്ലാ കളക്ടറും ഇടുക്കി സബ് കളക്ടറും ചെയ്യേണ്ടുന്നത് അവിടെ വീട് പണിയുന്നതിന് വേണ്ടി NOC കൊടുക്കുന്ന ഒരു തീരുമാനം മാത്രമാണ് ഇടുക്കിക്കാർ ചെയ്യേണ്ടുന്നത്. അത് ഇന്നത്തെ പരിസ്ഥിതിയിൽ NOCയുടെ ഒറ്റ കേസോടെ പെൻഡിങ്ങിലില്ല.
ഇടുക്കിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ അവശേഷിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ വീഴ്ചയ്ക്ക് മൂന്നാറിലെ ഇടുക്കിയിലെ ആളുകളെ വിളിച്ചു വരുത്തുന്ന എന്തിന്? അല്ല, ശ്രീ പ്രകാശ് ബാബു ആദ്യം പറഞ്ഞതുപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെയാണെങ്കിൽ, എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? ആദ്യഘട്ടത്തിലെ 7 തീരുമാനങ്ങൾ അത് നടപ്പാക്കുന്ന കാര്യങ്ങൾ ആ വകുപ്പ് പ്രാദേശികമായി ചെയ്തു. മൂന്നാറിലെ കാര്യങ്ങൾ ചെയ്ത് അത് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ സെക്രട്ടേറിയറ്റിലാണ് താമസം, കാലവിളംബം വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയാണോ പറഞ്ഞതെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണെങ്കിൽ അത് പരിഹരിക്കണമല്ലോ. അത് പരിഹരിക്കുന്നതിന് വകുപ്പ് മന്ത്രി പങ്കെടുക്കണമല്ലോ. എന്താ കുഴപ്പം അതിനകത്ത്? അത് അജണ്ടയിലില്ല, അത് ചർച്ചയിലില്ല. അതിനുവേണ്ടി അല്ല യോഗം വിളിച്ചത്. അതിന് മൂന്നാറുകാരെ ഇടുക്കിക്കാരെ സാക്ഷിയേണ്ട. ചേട്ടാ, ഞാൻ പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ, ഇതിൽ അന്നത്തേനകത്ത് 9 തീരുമാനങ്ങൾ 27-ാം തീയതിയിലെ യോഗത്തിലെടുത്തു. ആ 9 തീരുമാനങ്ങളുടെ ആക്ഷൻ ടേക്കൺ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ ടേക്കൺ റവന്യൂ എ ഡിപ്പാർട്ട്മെൻറ്റാണ് 1, രണ്ടാമത്തെ റവന്യൂ ആർ ഡിപ്പാർട്ട്മെൻറ്റ്, മൂന്നാമത്തത് റവന്യൂ എൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ ആക്ഷൻ ടേക്കൺ എൽ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ. ഇങ്ങനെ പറഞ്ഞ് റവന്യൂ യു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ യോഗം വിളിച്ച് ആവശ്യമില്ലാതെ, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾ ഓഫ് ബിസിനസ്സിൽ മാറ്റം വരുത്തി അതിനെ ലംഘിച്ചുകൊണ്ട് ഈ റവന്യൂ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ഡിസ്കസ് ചെയ്യാതെ ഒരു യോഗം വിളിച്ച റവന്യൂ സെക്രട്ടറിയാണ് ഇതിലെ 1ാമത്തെ പ്രതി. അയാൾ കാണിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ റവന്യൂ സെക്രട്ടറിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ വരുത്തിയ വീഴ്ചയ്ക്ക് അത് ഗവൺമെന്റ് ചെയ്യണം. ഞാനല്ല പറയേണ്ടത്, അത് ഗവൺമെന്റാണ്. ഞാനതിപ്പോഴും പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെന്റിന്റെ ബിസിനസ് റൂൾ അനുസരിച്ച് ദ മിനിസ്റ്റർ കൺസേൺഡ് ഈസ് ദി he has the primary responsibility for disposing the business of the department concerned. അവിടെ സെക്രട്ടറി ഒരിക്കലും മിനിസ്റ്റർ കാണാതെ, ആ മിനിസ്റ്റർ കൺസേൺഡ് മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ സെക്രട്ടറി നോട്ടീസ് കൊടുക്കാൻ പാടില്ല. ചീഫ് സെക്രട്ടറിക്ക് വേണമെങ്കിൽ എല്ലാ മന്ത്രിമാരെയും കൂടെ വിളിക്കാം, എല്ലാ സെക്രട്ടറിമാരെയും കൂടെ വിളിക്കാം. റവന്യൂ സെക്രട്ടറി ഇതിനകത്ത് റൂൾ ഓഫ് ബിസിനസ്, ഗവൺമെന്റ് ഓഫ് കേരളയുടെ റൂൾ ഓഫ് ബിസിനസ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ വിഷയം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, കാരണം ഈ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി ചാർജ് എടുക്കാൻ ഈ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം വ്യവസായ വകുപ്പിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം വ്യവസായ വകുപ്പിൽ നിന്ന് വരുമ്പോൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, കളക്ടർമാർ അടങ്ങിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു ഉത്തരവ് വ്യവസായ വകുപ്പിൽ ഇരിക്കുമ്പോൾ പുറപ്പെടുവിച്ചത് പിൻവലിക്കാൻ ഈ റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിലെ കുന്നിടിച്ചു കൊണ്ടുപോകുന്നതിന് പിടിക്കാനുള്ള, അത് വാഹനങ്ങൾ പിടിക്കുന്നതിനുള്ള അധികാരം കളക്ടർമാർക്ക് തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, റവന്യൂ വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ റവന്യൂ ഉദ്യോഗസ്ഥന് ആ നാളിതുവരെയായി തയ്യാറായില്ല. ഒരു പൊതു ചടങ്ങിൽ വെച്ച് മന്ത്രി അതേപ്പറ്റി സ്വകാര്യമായി സംസാരിക്കുകയും ചെയ്തു. അതായത്, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കണമെന്നില്ല, ഉദ്യോഗസ്ഥരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞു, റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ ഈ റവന്യൂ സെക്രട്ടറി എൻ്റെ വകുപ്പിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രിയോട് എഴുതി രേഖാമൂലം ആവശ്യപ്പെട്ടതായി കേരളത്തിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു വകുപ്പ് മന്ത്രിക്ക് ആവശ്യമില്ലാത്ത ഒരു വകുപ്പ് സെക്രട്ടറിയെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ മൂന്നാറിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത്, ഇടുക്കിയുടെ ഭൂരാഷ്ട്രീയമാണ് എന്നുള്ളത് ഇടുക്കി മൂന്നാർ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഉപയോഗിച്ച് റവന്യൂ വകുപ്പിൽ ഭരണം നടത്തുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി അതിനോട് പരസ്യമായി പ്രതികരിക്കുകയും അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മാറ്റി അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സെക്രട്ടറിയെ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇടുക്കി പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ റവന്യൂ വകുപ്പിൻ്റെയും CPIയുടെയും സമ്മതത്തോടു കൂടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം നടപ്പാക്കിയ ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ, ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശാസന ഏറ്റുവാങ്ങിയപ്പോൾ ഈ റവന്യൂ വകുപ്പ് സെക്രട്ടറി മിണ്ടിയില്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഏറ്റവും ഒടുവിൽ അതിൻ്റെ പരിസമാപ്തിയിലാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇതാണ് എൻ്റെ നിലപാട്, ഇതിൽ കൂടുതൽ പറയാനില്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നത്. ഇത് കൃത്യമായ ഒരു മെസ്സേജ്. ഇപ്പോൾ ശ്രീ പ്രകാശ് ബാബു തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതനുസരിച്ച് റൂൾ ഓഫ് ലോ വയലേറ്റ് ചെയ്യുന്ന, റൂൾസ് ഓഫ് ബിസിനസ് വയലേറ്റ് ചെയ്യുന്ന ഒരു സെക്രട്ടറിയെ ചുമക്കേണ്ട ഗതികേടിലാണ് കേരളത്തിൽ CPI. അത് മുഖ്യമന്ത്രിയുടെ ഈ ശക്തമായ നിലപാട്, മുന്നണിക്കകത്ത് പ്രതിരോധിക്കാൻ കഴിയാത്ത, എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത
CPIയുടെ ദയനീയമായ നില, നിയമം നടപ്പാക്കണം എന്ന് പറയുന്ന CPIയുടെ ദയനീയമായ നിലയും നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ കൂച്ചുവിലം കിടക്കുന്ന മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും നിലപാടും അതിനോട് ചേർന്ന് നിൽക്കുന്ന CPIയുടെ തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടും ജോസഫ് വാഴക്കൻ ഇവിടെ പറഞ്ഞു ഉൾപ്പെടെ നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ലാത്ത നിലപാടാണ് ഇടുക്കിയിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇടുക്കിയുടെ സവിശേഷമായ ഭൂമി രാഷ്ട്രീയം, അവിടുത്തെ കയ്യേറ്റക്കാർക്ക് 22 സെന്റിൽ ജോർജിന് ഒരു തുണ്ട് ഭൂമിക്ക് പോലും അവകാശമില്ല. ശ്രീ ജോസഫ് വാഴക്കന്റെ മുന്നണിയാണ് കേരളത്തിൽ 5 വർഷം ഭരിച്ചത്. കേരള ഹൈക്കോടതി 6 വർഷങ്ങൾക്ക് മുമ്പിട്ട ഉത്തരവാണ് ഇപ്പോൾ. യാഥാർത്ഥ്യമുണ്ട്. ഈ 22 സെന്റ് മാത്രമല്ലല്ലോ അദ്ദേഹത്തിനുള്ളത്. ഈ 22 സെന്റിൽ നിന്ന് മൈക്കിൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ജനങ്ങൾക്ക്, കാരണം അല്ല, കേരളത്തിലെ പബ്ലിക് അറിയേണ്ട ഒരു സംഗതി, മൈക്കിൾ എന്ന് പറയുന്ന പാലായിലുള്ള ഒരാൾ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുകൊടുക്കുന്ന കേസിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ തീരുമാനിക്കാൻ കേരള ഹൈക്കോടതി 6 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു. മൈക്കിളിനെ അന്വേഷിച്ച് പോയി 5 നോട്ടീസ് കൊടുത്തിട്ട് മൈക്കിളിനെ കാണാനില്ല. ഈ സബ് കളക്ടർ വന്നപ്പോഴാണ്, 5 വർഷം അടയിരുന്ന UDF ഒന്നും ചെയ്തില്ല. ഈ സബ് കളക്ടർ വന്നപ്പോൾ മൈക്കിളിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോൾ മൈക്കിൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കേസേ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടില്ല എന്ന്. കള്ള ഒപ്പിട്ട് കള്ള രേഖകൾ സംഘടിപ്പിച്ച് ജോർജും പിന്നിൽ നിന്നുകൊണ്ട് മൈക്കിളിന്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് തെറ്റാണെന്ന് കണ്ടെത്തി. കേരളത്തിൽ ഏറ്റവും അധികം ഭൂമി സർക്കാർ ഭൂമിയുള്ള 1,30,000 ഏക്കർ ഭൂമിയുള്ള മൂന്നാറിൽ ഒരു വില്ലേജ് ഓഫീസ് പണിയാൻ ഭൂമിയില്ല എന്ന് കണ്ടെത്തിയ സബ് കളക്ടർ അത് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ഇതാ ഇടുക്കിയിലെ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഒന്നിക്കുന്നു, അവർ മുഖ്യമന്ത്രിയെ കാണുന്നു, യോഗം വിളിക്കുന്നു. ഇപ്പോൾ അതിന്റെ ഇക്കാര്യത്തിൽ അവിടുത്തെ CPI നേതാക്കൾക്ക് എന്തു പങ്കാണ്, അവർ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള മറുപടി പ്രകാശ് ബാബു നൽകും ഇടവേളയ്ക്ക് ശേഷം.